ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സ്കൂൾ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ മാഗ്നോവ 2026 എന്നാണ്. മാഗ്നോവ എന്ന് പറഞ്ഞാൽ മഹത്തായ തുടക്കം, ഒരു അനിതര സാധാരണമായ തുടക്കം ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ബദിയടുക്കയുടെ ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി ഈ വിദ്യാലയം മാറുന്നു. ഒരു വിദ്യാലയം അതിൻ്റെ കെട്ടിടം ഉയരുന്നതിൻ്റെ വലിപ്പമനുസരിച്ചല്ല, മറിച്ച് ആ വിദ്യാലയം ഉയർന്നുയർന്നു വരുമ്പോൾ ആ നാടിൻ്റെ മനോഭാവം ഉയരുന്നു. അവിടെ ജീവിക്കുന്നവരുടെ ചിന്താഗതികൾക്ക് മാറ്റം വരുന്നു, അവിടെ പഠിക്കുന്നവരുടെ ജീവിത ശൈലികൾക്ക് മാറ്റം വരുന്നു. അങ്ങനെ ഒരു പ്രദേശത്തിന് തന്നെ മാറ്റം വരുത്തുവാൻ ഒരു വിദ്യാലയത്തിന് കഴിയുന്നു. അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ എന്ന് നെൽസൺ മണ്ടേല പറഞ്ഞത്. ലോകത്തെ മാറ്റാൻ കഴിവുള്ള ഏറ്റവും പ്രധാനമായ ആയുധം എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ മലബാറിൽ വളർന്ന ഒരാളെ ഞാനൊരു മിനിറ്റ് കൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസ തലത്തിൽ വളർന്നതുകൊണ്ട് അദ്ദേഹം ഏതെല്ലാം പടവുകളിലെത്തി, നിങ്ങൾ മീഡിയ ഒക്കെ കാണുന്നത് കൊണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പാമ്പളാനി പിതാവിനെ കുറിച്ച് ഒരു വാക്ക് പറയുകയാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ, കണ്ണൂർ കാസർഗോഡ് ജില്ല എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് ചരലിലാണ് പിതാവിൻ്റെ ജന്മസ്ഥലം. പിതാവ് ആ ചെറിയ ഗ്രാമത്തിൽ നിന്ന് പഠിച്ച് വളർന്ന് പഠനത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകിയതുകൊണ്ട് നിർമ്മലഗിരി കോളേജിൽ നിന്ന് റാങ്ക് ഹോൾഡറായി തുടർന്ന് അങ്ങോട്ട് എല്ലാ ഉന്നതമായ PhD ലുവയിലാണ് എടുത്തത്. അവിടെയെല്ലാം ഗോൾഡ് മെഡലോടുകൂടി പഠിക്കുവാൻ കഴിഞ്ഞു എന്നത് ഗ്രാമാന്തരീക്ഷത്തിൽ വളരുന്ന ആർക്കും. അദ്ദേഹം ഇപ്പോൾ 100-ൽ പരം ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഇന്റർനാഷണൽ തലത്തിലുള്ള ഗ്രന്ഥങ്ങൾ വരെ രചിക്കുകയും, ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അത് ഇവിടുത്തെ കുട്ടികൾ ഈ വാക്ക് കേൾക്കുമെങ്കിൽ അത് അവർക്ക് നല്ലതായിരിക്കുമെന്ന് കൂടി വിചാരിച്ചാണ് പാമ്പളാനി പിതാവിനെ കുറിച്ച് പറയുന്നത്. അല്ലാതെ അദ്ദേഹം ആരാണെന്ന് എല്ലാവർക്കും പറയും. പക്ഷേ ഈ വിദ്യാഭ്യാസ തലത്തിൽ അദ്ദേഹം വളർന്നത് 100-ൽ പരം ഗ്രന്ഥങ്ങളും. എന്നോട് മുകുന്ദൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പ്രാവശ്യം മാഹിയിൽ വെച്ച് ഞങ്ങളൊരു മദ്യവിരുദ്ധ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം ഒരു സംസാരത്തിൽ പറഞ്ഞതാണ്, മിക്കവാറും ബിഷപ്പ് പാമ്പളാനി കേരളത്തിൻ്റെ മറ്റൊരു സുകുമാർ അഴീക്കോടായി മാറാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം. കാരണം ഇവിടുത്തെ എല്ലാവിധ പ്രശ്നങ്ങളിലും, സാമൂഹിക പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് സാവധാനം പൊതുരംഗത്തേക്കും സാമൂഹ്യ രംഗത്തേക്കും നടന്നു കയറിയ ഒരു ബിഷപ്പിനെ കണ്ട് അന്ന് മുകുന്ദൻ സാറ് എന്നോട് ലോക്യം എന്നുള്ള നിലയിൽ സംസാരിച്ചതാണ്. എന്നാൽ ഇന്ന് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. 10,000-കണക്കിന് പ്രഭാഷണങ്ങളല്ല ഇന്ന് യൂട്യൂബിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ സ്കൂളിന്റെ വാർഷികത്തിൽ ഞാനിത് പറയാൻ കാരണം, വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകി ജീവിതത്തെയും ലോകത്തെയും മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു ആയുധം വിദ്യാഭ്യാസമാണ് എന്ന് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരിലും അതുപോലെ തന്നെ മാതാപിതാക്കളിലും ആ ആശയം രൂഢമൂലമായാൽ അവരുടെ ജീവിതവും അവർ ജീവിക്കുന്ന ഇടങ്ങളുമെല്ലാം വളരെ വ്യത്യസ്തമായ ഉയർന്ന തലത്തിലേക്ക് മാറുമെന്നത് വാസ്തവമാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ പ്രദേശത്തെ ഒന്നാം നിരയിൽ തന്നെ നിൽക്കുന്ന എല്ലാ രീതിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിന് ബദിയടുക്ക ഇടവകയുടെയും അതുപോലെ തന്നെ ഈ പ്രദേശത്തിന്റെ എല്ലാം സ്നേഹത്തോടു കൂടിയുള്ള അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട് എല്ലാവിധ ഉയർച്ചകളും നമ്മുടെ ഈ സ്ഥാപനത്തിന് കൂടുതൽ ലഭ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.